ഹലോ വ്യൂവേഴ്സ്, ഞാനിവിടെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് നിങ്ങളുടെ പ്രണയവും അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇനി മുന്നോട്ട് എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 3 ഫയലുകൾ നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും. അതിൽ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്ന ഫയൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഞാനിവിടെ 3 ഫയലുകൾ നിരത്തി വെക്കുന്നതായിരിക്കും. ഓരോ ഫയലുകളും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്ന മെസ്സേജസും എന്താണെന്ന് ചെക്ക് ചെയ്യാം. എന്തായിരിക്കും നിങ്ങളുടെ പ്രണയത്തിൽ ഇനി അടുത്തത് എന്ന് നമുക്ക് നോക്കാം. File number 1, file number 2, file number 3. നമുക്ക് നോക്കാം. ഇതാണ് ഫയൽ നമ്പർ 1, ഇത് ഫയൽ നമ്പർ 2, ഫയൽ നമ്പർ 3. ഇനി ഫയൽ നമ്പർ 1 സെലക്ട് ചെയ്തവർക്ക് എന്ത് മെസ്സേജാണ് വന്നതെന്ന് നോക്കാം. ഓക്കെ, ഫയൽ നമ്പർ 1 സെലക്ട് ചെയ്തവർക്ക് 5 ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. 5 വാളുകളാൽ മുറിവേക്കപ്പെട്ട നിരാശ, വേദന, നിങ്ങൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി, ഒരു വഴക്കുണ്ടായി. ആ വഴക്കിനെ തുടർന്ന് നിങ്ങൾ രണ്ടുപേരും വളരെയധികം മാനസികമായി വിഷമിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. നിങ്ങൾ തമ്മിൽ സംസാരം ഉണ്ടായതിനെ തുടർന്ന് വഴക്ക് ഉണ്ടാവുകയും ആ വഴക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്ട്രെസ് തരുന്ന ഒരു പ്രഷർ സിറ്റുവേഷനിലേക്ക് നിങ്ങളെ എത്തിച്ചു എന്നാണ് ഈ കാർഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ തീർച്ചയായും ഇവിടെ എന്താണ് ഒരു കൺഫ്യൂഷൻ നിറഞ്ഞ് എങ്ങനെ ഇനി പിണങ്ങി ഇനിയിപ്പോൾ ഉടനെ എങ്ങനെ ചെന്ന് മിണ്ടും, അതായത് ഒരു നോ കോൺടാക്ട് സെപ്പറേഷൻ സിറ്റുവേഷൻ വരെ ഇവിടെ കാണുന്നുണ്ടാവും. ഇല്ലെങ്കിൽ ഒരു ലെസ് കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കും ഈ കാർഡ് ചൂസ് ചെയ്തവർ കടന്നു പോകുന്നുണ്ടാവുക. എന്ത് തന്നെയായാലും ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു കലഹം വന്ന അവസ്ഥ, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി, അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും വളരെയധികം വേദന നൽകുന്നു എന്നാണ് ഈ കാർഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷമിക്കേണ്ട, നമുക്ക് ഈ കാർഡിൽ നിന്ന് ഇനി മുന്നോട്ട് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, ഈ കാർഡ് സെലക്ട് ചെയ്തവർ മുന്നോട്ട് ഇനി എന്തായിരിക്കാം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് എന്ന് നോക്കാം. ഞാൻ മറ്റൊരു ഫയലാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് നിങ്ങളുടെ മുന്നോട്ടുള്ള നാൾ വഴിയിൽ എന്തൊക്കെയായിരിക്കും സംഭവവികാസങ്ങൾ ഉണ്ടാകുമെന്ന് നോക്കാം. പേടിക്കേണ്ട, നിങ്ങൾ തമ്മിൽ ബോട്ടം കാർഡ് വന്നിരിക്കുന്നത് പേജ് ഓഫ് സോർട്സ് ആണ്. ഇപ്പോൾ അല്പം പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും സാരമില്ല, നിങ്ങൾക്ക് തമ്മിൽ ഇനിയും ഒരു കൂടിച്ചേരൽ തീർച്ചയായും ഉണ്ടാകും. അല്പം ചലഞ്ചസ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. കുറച്ച് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു പ്രണയ ജീവിതത്തെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സാരമില്ല, മുന്നോട്ട് നമുക്ക് മറ്റെന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്കൊരു എൻഡിങ്, അതായത് നല്ലൊരു വഴക്ക്, നല്ലൊരു നോ കോൺടാക്ട് സെപ്പറേറ്റ് സിറ്റുവേഷൻ വന്ന വ്യക്തികളാണെന്ന് മനസ്സിലാക്കാം. പഴയ ഓർമ്മകൾ, നിങ്ങൾ തമ്മിൽ എന്തിനെ ചൊല്ലിയാണോ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ആ തർക്കങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന, നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന നിമിഷങ്ങൾ, നിങ്ങൾ എന്തൊക്കെയാണോ പരസ്പരം വഴക്കിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ, വഴക്കിലേക്ക് എത്താനുണ്ടായ സാഹചര്യങ്ങൾ, ഇവയെല്ലാം ആ വ്യക്തി വളരെയധികം ഓർക്കുന്നതായി കാണാം. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ചിന്തിക്കുകയാണ്, എന്തിനായിരുന്നു ആ വഴക്കുണ്ടായത്, വേണ്ടിയിരുന്നില്ല, അങ്ങനെ പലതരം ചിന്തകൾ ഉള്ളിലേക്ക് വരുന്നൊരവസ്ഥ വിശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മുന്നോട്ട് നോക്കാം. പേടിക്കണ്ട, ഇപ്പോഴുള്ള ഈ പിണക്കങ്ങൾ എല്ലാം തന്നെ മാറി നിങ്ങൾക്ക് തീർച്ചയായും ഒരു പുതിയ തുടക്കം, നിങ്ങൾക്ക് എന്തായാലും ഒരു ബാലൻസ്, തീർച്ചയായും നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഒരു ബാലൻസ് വരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായും നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ആഴത്തിൽ സ്നേഹിക്കുന്നവരാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ തമ്മിൽ വളരെ ആഴത്തിൽ സ്നേഹിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പോഴുള്ള ഒരു ഇംബാലൻസ് സ്റ്റേജിൽ നിന്ന് ഒരു ബാലൻസ് സ്റ്റേജിലേക്ക് നിങ്ങൾ വരും.
നിങ്ങളുടെ റിലേഷനിൽ ഒരു ബിഗിനിങ് ഉണ്ടാകും, ഒരു സ്റ്റെബിലിറ്റി വരും. തീർച്ചയായും ഈ അവസ്ഥ മാറി വരും എന്ന് തന്നെയാണ് കണക്കാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവരുടെ കാർഡ് മെസ്സേജസ് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. വാവ്, പൈൽ 2 ചൂസ് ചെയ്തവർക്ക് ഒന്നും നോക്കണ്ട, പ്രണയത്തിൽ ഫുൾ ബ്ലെസ്സിങ്, ദൈവത്തിൻ്റെ സമ്പൂർണ്ണ അനുഗ്രഹം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി പിണക്കമുള്ളവരാണെങ്കിൽ അത് ഇണങ്ങും, നല്ല സ്നേഹബന്ധത്തിൽ ഇരിക്കുന്നവരാണെങ്കിൽ ആ സ്നേഹബന്ധം കൂടുതൽ ദൃഢമാകും. ലെസ് കോണ്ടാക്ട്, ചെറിയ പിണക്കങ്ങൾ അങ്ങനെയാണെങ്കിൽ അവയെല്ലാം മാറി കംപ്ലീറ്റ് നിങ്ങളുടെ സ്നേഹബന്ധം കൂടുതൽ ദൃഢമാകും. ഇനി വീട്ടിലൊക്കെ വിവാഹം മറ്റു കാര്യങ്ങളുമായിട്ട് സമ്മതിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സംസാരിച്ചാൽ നിങ്ങൾക്കൊരു അനുകൂലമായി തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ കാർഡിന് 8 ഓഫ് വാൻഡ്സ് വന്നിട്ട് ഇനി കൂടുതൽ പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എന്തായാലും കംപ്ലീറ്റ് ബ്ലെസ്സിങ്, നിങ്ങളുടെ യൂണിവേഴ്സിൻ്റെ ദൈവത്തിൻ്റെ കംപ്ലീറ്റ് ബ്ലെസ്സിങ് നിങ്ങളുടെ റിലേഷൻ ഉണ്ട്. ഇത് നിങ്ങളെ അങ്ങനെ ഒന്നും വിട്ടുപോകുന്നൊരു ബന്ധമല്ല. തീർച്ചയായും ഈ ബന്ധത്തിന് ദൈവാനുഗ്രഹമുണ്ട്, നല്ല സ്റ്റേബിളായൊരു അടിത്തറയുണ്ട്. അതിൽ യാതൊന്നുകൊണ്ടും പേടിക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല എന്നാണ് എനിക്ക്. പൈൽ നമ്പർ 3 തിരഞ്ഞെടുത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വന്ന സന്ദേശം എന്താണെന്ന് നോക്കാം. 5 ഓഫ് സോർഡ്സ് റിവേഴ്സ്. നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട്, ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു കലഹം അല്ലെങ്കിൽ ഒരു പിണക്കം വന്നിട്ടുണ്ടെങ്കിൽ അത് മാറാൻ പോവുകയാണ്. അത് മാറി നിങ്ങൾ സ്നേഹത്തിലേക്ക് വരാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകാനുള്ള സാധ്യതയാണ്. 5 ഓഫ് സോർഡ്സ് റിവേഴ്സ് ആണ്. അതായത് നിരാശ, പിണക്കം, വഴക്ക്, തർക്കങ്ങൾ എന്നിവയെല്ലാം മാറി വീണ്ടും സ്നേഹത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പേടിക്കേണ്ട, 5 ഓഫ് സോർഡ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്, നല്ലതാണ്. ഇനി ബാക്കി എന്തൊക്കെയാണ് സംഭവ വികാസങ്ങൾ വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ആഹാ, പേടിക്കേണ്ട, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് ഉണ്ടെങ്കിൽ അത് വെറും തോന്നലാണ്. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ആ വ്യക്തി നിങ്ങളുമായിട്ട് ആരാണോ ഇപ്പം പിണങ്ങിയിരിക്കുന്നത്, നിങ്ങളോട് ആരാണോ കലഹിച്ച് മാറി നിൽക്കുന്നത്, ആ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്. പക്ഷേ വളരെ ആലോചിച്ച് മുന്നോട്ട് വരണോ പിന്നോട്ട് വരണോ എന്നിങ്ങനെ നിൽക്കുകയാണ്. വളരെ സ്നേഹമുണ്ട് നിങ്ങളുമായി ഷെയർ ചെയ്ത മൊമെൻറ്റ്സ് അവർ വളരെ ആ ഒരു നിമിഷത്തെക്കുറിച്ച് അവർ വളരെ ഓർക്കുന്നുണ്ട്. ആ നിമിഷങ്ങൾ അവരുടെ ആത്മാവിൽ അവർക്ക് വളരെ നൊസ്റ്റാൾജിക് ഫീലിംഗ് നൽകുന്നുണ്ട്. അവർ വളരെയധികം നിങ്ങളെ ഓർക്കുന്നുണ്ട്. അങ്ങനെയൊന്നും അവർക്ക് നിങ്ങളെ മറക്കാനോ വിട്ടുപോകാനോ കഴിയില്ല. അതാണിപ്പോൾ കാണുന്നത്. വാവ്, ഇനി ഇതിൽ കൂടുതൽ ഞാൻ കാർഡ്സ് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങളുടെ പ്രണയബന്ധത്തിന് ഒരു കോട്ടം പോലും തട്ടില്ല കുട്ടികളെ. യു ആർ വെരി സേഫ് പൊസിഷൻ. ദൈവത്തിൻ്റെ സമ്പൂർണ്ണ അനുഗ്രഹമുള്ള ബന്ധമാണ്. ഇതിലൊന്നും ആർക്ക് തൊടാൻ പോലും സാധിക്കണം. അത്ര പവർഫുള്ളാണ് നിങ്ങളുടെ റിലേഷൻ എന്നാണ് കാണാൻ സാധിക്കുന്നത്. സോ ഡോണ്ട് വറി, ധൈര്യമായി മുന്നോട്ട് പോവുക. ഇപ്പോൾ ഉള്ള പിണക്കമൊക്കെ മാറി ഇണക്കമുണ്ടാകും. അവർ തിരികെ വരും. പിണങ്ങിയിരിക്കുന്നവർ ഇണങ്ങും. പഴയ വാക്കുതർക്കങ്ങൾ ഉണ്ടെങ്കിൽ അവ എല്ലാം പറഞ്ഞ് പരിഹരിക്കപ്പെടും. നിങ്ങളുടെ പ്രണയം പുഷ്പിക്കും, പൂവണിയും. നിങ്ങളുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും നിങ്ങൾക്ക് ഇനിയും പഴയതിനേക്കാൾ കൂടുതൽ സന്തോഷമായി സ്നേഹത്തോടെ അവർക്കൊപ്പം മുന്നോട്ട് പോകാൻ സാധിക്കും. തീർച്ചയായും കഴിയും. ഓക്കെ, 8 ഓഫ് വാൻഡ്സ് വന്നപ്പോൾ ഞാൻ പറയണോ? വേണ്ടല്ലോ, നിങ്ങൾ കണ്ടതാണല്ലോ.